ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് ഒരു ലഞ്ച് മെനു ഉണ്ടാക്കാം. എനിക്ക് എന്തായാലും ലഞ്ച് ഉണ്ടാക്കണം. അധികം സമയമില്ല, പെട്ടെന്ന് ഉണ്ടാക്കണം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ, മാക്സിമം അരമണിക്കൂർ കിട്ടാം. അതിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള നാടൻ ലഞ്ച് മെനുയാണ് ഇന്നിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാടൻ കറികളാകുമ്പോൾ നമുക്ക് ഇതേ ചെറിയുള്ളിയൊക്കെ വേണമല്ലോ. ചെറിയുള്ളി വേണം, പിന്നെ നാളികേരൊക്കെ ചെരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ. അധികം വലിയ വിഭവങ്ങൾ, ആർപ്പാടായിട്ടുള്ള വിഭവങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ചെറിയ ചെറിയ നാടൻ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു കടായി ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഇത് ചെറിയുള്ളി മുറിച്ച് എടുക്കാം കേട്ടോ. നമുക്കൊന്ന് ചെറിയുള്ളി നമുക്ക് പല സംഭവങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. ഒരു 10 ചെറിയുള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 എണ്ണം, അല്ലെങ്കിൽ കൂടുതൽ ചേർക്കും തോറും ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതിനൊക്കെ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. പിന്നെ ഞാനിവിടെ കണ്ടോ കൂർക്ക തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ലഞ്ച് മെനു അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കണ ആ ഒരു സമയത്ത് കൂർക്കയൊക്കെ ഒന്ന് നന്നാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പൊ എങ്ങനെയാണെങ്കിലും നന്നാക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്, ഇത് കുക്കറിൽ ഒരു 2 വിസിൽ കൊടുത്തു. അതിനുശേഷം ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തൊലി ഇങ്ങനെ പൊളിച്ച് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് പോരും. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ശരിക്കും മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് വൈസ് ഒന്നും കൂടി നന്നായിട്ട് വരും. പക്ഷെ എളുപ്പപ്പണിയാന്ന് മാത്രം, കയ്യിൽ കറിയൊന്നും പിടിക്കില്ല, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് മാത്രം. അപ്പൊ അതെ കൂർക്കയെല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂർക്കയാട്ടോ. ഇവിടെ ഞങ്ങൾക്ക് കൂർക്ക കിട്ടാറില്ല. അപ്പൊ കൂർക്ക നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ കൂർക്ക കൊണ്ടുവരാറുണ്ട്. പിന്നെ കണ്ടോ ഞാൻ ദേ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഒരു വലിയ പിടി. ഇതിൻ്റെ തലയും വാലിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞതുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഉള്ളി ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് ഞാൻ ഒരു 2 ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട്, ഈ കൂർക്കയിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഈ കൂർക്ക വേവിക്കേണ്ട ആവശ്യമില്ല, വെന്ത കൂർക്ക ആയതുകൊണ്ട് തന്നെ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഈ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞുകൊണ്ട് വരട്ടെ. പിന്നെ ഉപ്പും കൂടെ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കൂർക്കിട്ടിട്ട് ബാക്കി ചേർക്കാം. ഉപ്പ് ചേർക്കാട്ടെ. ഇതിലേക്ക് ഉപ്പ് കൂർക്കയിൽ പിടിച്ചു വരണ്ട. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത കൂർക്ക നന്നായിട്ട് എടുക്കണം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതാകെ എന്താ പറയുക, എന്ത് ഉടഞ്ഞു പോയി. ഇപ്പം തന്നെ ചെറുതായിട്ട് ഉടഞ്ഞ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം വേണ്ടി വരും, അല്ലെങ്കിൽ ഉപ്പ് പിടിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം നമുക്ക് ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരാട്ടാ, ഞാൻ ഉപ്പാണ് ചേർക്കണത്, വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഡ്രൈ ആയിട്ട് വരാൻ പാടായിരിക്കും. ഉപ്പെല്ലാം അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഞാൻ ഇത് ഇന്നലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പുണ്ട്, തണുപ്പൊക്കെ മാറി ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കൂർക്കയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇത് ഞാൻ തീ കുറച്ച് വെക്കണം കേട്ടോ. ഇത് ഞാൻ വേറൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ ഇത് ഒന്ന് കുതിർന്ന് വന്നിട്ട് ഒരുപാട് സമയം കുതിർത്തി എടുക്കരുത് കേട്ടോ, അപ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ വെള്ളത്തിലൂടെ നഷ്ടപ്പെടും. ഇപ്പോൾ ഇത് എണ്ണയൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഊറ്റിയെടുത്ത ചെമ്മീൻ ഉണ്ടല്ലോ, അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ ചെമ്മീനിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇവിടെ നിന്നൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കൂർക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് എല്ലാവരുടെയും ഉപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരണോ. റെഡി ആവട്ടെ. അപ്പോൾ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രീസ് ചെയ്ത് വെച്ച പച്ചമാങ്ങില്ലേ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ചേർക്കാം. ഞാൻ ഇത്രയും പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ ഉള്ളി, ഇഞ്ചി തൊലി കളഞ്ഞ് ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി ആയിട്ട് വരണ്ട. ഇത് നമുക്ക് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഫ്രോസൺ തന്നെയാണെന്ന് കുഴപ്പമില്ല. അത് ഈ കൂർക്കി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. വെള്ളം നോക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ള കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3-4 ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 നല്ല നാടൻ മുളക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പഴുത്ത മുളക്, മീൻകറിയിലൊക്കെ പഴുത്ത മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് മുറിച്ചിടാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആട്ടെ മുളക്. ഗോസ്റ്റ് പെപ്പർ ആണോ അത്? നാട്ടിലെന്താ കോടാലി മുളകോ അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ പേർക്ക് അറിയില്ല കറക്റ്റ്. നല്ല ഫ്ലേവറാ. ഈ നമ്മൾ പരിപ്പ് വട അല്ലെങ്കിൽ നാടൻ സാധനങ്ങൾ മീൻകറിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, ഞാൻ നാട്ടിൽ കൊണ്ടുവന്നതാ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി റീഫിൽ ചെയ്യണം തോന്നുന്നു. മുളക് പൊടി ഞാൻ ഇതിലിട്ട് വെച്ചതൊക്കെ കഴിഞ്ഞു. മുളക് പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇത് ഞാൻ നാളികേരം ചെരുക്കി എടുത്തിട്ടുണ്ട് കുറച്ചധികം. ഞാൻ സാധാരണ ഇങ്ങനെ നാളികേരം ചെരുക്കി വെക്കുക ചെയ്യാം. പിന്നെ കുക്കിങ്ങിൻ്റെ സമയത്ത് ഈസി ആണല്ലോ. അപ്പോൾ ഈ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെരുക്കി എടുത്ത നാളികേരം ഫ്രോസൺ ആണെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം മാത്രം അരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് ജസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചെരിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് തണുപ്പ് വന്നിട്ടില്ല. ഒരു 1.5 കപ്പോളം നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ സാധ്യത കൊടുത്ത് അരച്ചെടുക്കാം. നാളികേരം അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. എന്തതിന് ശേഷം ചട്നി എന്നല്ലത് ഇതിലേക്ക് ചേർക്കാനാണ്. ഇതൊന്നും എന്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. മാങ്ങിയും അപ്പോഴേക്കും ഈ ഒരു ചെമ്മീൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സൊക്കെ ഈ കറിയിലേക്ക് നന്നായിട്ട് തന്നെ വന്നോളൂ. പിന്നെ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അത് എണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. തീരെ ചെറുതായിട്ട് തന്നെ ആട്ട കട്ട് ചെയ്യണം. പിന്നെ അത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. പല രീതിയിൽ ഉണ്ടാക്കാം നമുക്ക്. ഇതിലേക്കൊരു 5-6 ചെറിയുള്ളിയും കൂടെ ഞാൻ മുറിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാനിവിടെ ഓൾറെഡി പാലക്ക് ഉണ്ടല്ലോ, പാലക്ക് കഴുകിയതിന് ശേഷം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കെട്ട് പാലക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ കെട്ടായിരുന്നു.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലക്ക ഒന്നും ഒതുങ്ങി വരുമല്ലോ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഏത് ടൈപ്പ് ചീരയാണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏത് ചീരയാണെങ്കിലും ഉപയോഗിക്കാം. റെഡി ആയിട്ടെ. ഇപ്പൊ കണ്ടോ, ഈ മാങ്ങ ഒരു പകുതിയോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ നാളികേരം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കും. ഒരുപാട് നാളികേരം നിങ്ങൾ ഇതിലേക്ക് എടുക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ നഷ്ടപ്പെടും. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെള്ളം കുറച്ചും കൂടി വേണ്ടി വരും. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്തായാലും തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരണമല്ലോ, മാങ്ങയൊക്കെ വെന്ത്. അപ്പോഴേക്കും കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. ഒരുപാട് തിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേ പാലക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ചേർക്കണത് കുറച്ച് ചതച്ച മുളക് ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, ചതച്ച മുളകിൻ്റെ ഒരു എരിവ് മതിയാവും. അതൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് നാളികേരം ചെരുക്കിയതാണ്. ഒരു 1/2 കപ്പോളം മതിയാവും. അതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചും കൂടി ആവും. ഇതിനി നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഈ പാലക്ക നന്നായിട്ട് വഴന്ന്, പാലക്കൊന്നും പിന്നെ വഴന്ന് വരാൻ അത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ. ലീഫ് വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ തന്നെ. ഇതിൽ വെള്ളം നന്നായിട്ട് പുറത്തോട്ട് വരുമല്ലോ ഈ പാലക്കിൻ്റെ ഉള്ളിൽ നിന്ന്. നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വരണം. റെഡി ആയിട്ടോട്ടിരുന്ന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ചേർക്കുമ്പോൾ ലീഫ് വെജിറ്റബിൾസിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചേർക്കരുത്. ഇപ്പോൾ വഴന്നതിന് ശേഷം ഞാൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കൂടി പോകുമല്ലോ. കാണുമ്പോൾ ഒരുപാടുണ്ടാവും, പക്ഷെ വഴന്ന് വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇതും ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം. റെഡി ആയിട്ട് ഇതിലും ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് തീരില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. റെഡി ആയിട്ട് വരട്ടെ. പിന്നെ അത് ഞാൻ വേറൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലക്ക് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈസി പാലക്ക് മുട്ടത്തോരൻ. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച, നല്ല ചെറുതായിട്ട് മുറിച്ച് വെച്ച പപ്പടം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ പപ്പടം. ഇതുപോലെ ചെറുതാക്കി തന്നെ എടുക്കാം കേട്ടോ. അതായിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തീ കുറച്ച് വയ്ക്കണം. പപ്പടം ഇത് മതി. നമുക്കൊന്ന് കോരി എടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബാക്കിയുള്ള പപ്പടം നമുക്ക് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വറുത്ത് കൊടുക്കും. അത് ഇപ്പോൾ കണ്ടോ, നമ്മുടെ പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനി ഇത് ഇതിലും കുറച്ച് എണ്ണയുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും മൺചട്ടിയല്ലേ, കുറുകി വരും കേട്ടോ ഒന്നും കൂടി. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ടല്ലേ എടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളി മൊരിഞ്ഞ് വരട്ടെ.
ഉള്ളി ഞാൻ കുറച്ച് അധികം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതിലേക്കും കൂടിയിട്ടാണ്. അതേ ഇപ്പോൾ കണ്ടോ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലക്ക് മുട്ടത്തോരൻ റെഡിയാണ്. കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയായിരിക്കുന്നുണ്ട്. ഇതും റെഡി ആയിരിക്കുന്നുണ്ട്. ഒന്ന് കാച്ചി ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതേ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ പകുതി ഇങ്ങോട്ട് മാറ്റണം കേട്ടോ. ഉള്ളി എണ്ണ നമുക്ക് എണ്ണ വളരെ കുറച്ച് മതി. ബാക്കി ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങക്കറിക്ക് എരിവുണ്ട്, പക്ഷേ ഈ മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇത് നമുക്കിനി ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഇതുണ്ടല്ലോ, ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ട് മാറും. അതിനുശേഷം ആ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച ഒരു പപ്പടം ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരണം എന്നുള്ളൂ. എരിവും എല്ലാം കൂടിയുള്ള നല്ല ഫ്ലേവേർഡ് പപ്പടം മുളകിട്ടത്, അല്ലെങ്കിൽ പപ്പടം മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതും റെഡിയാണ്. ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. ചോറ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്ദു കഴിക്കണം. ഇത് നമ്മുടെ പാലക്ക് മുട്ടത്തോരൻ. കൂർക്ക മെഴുക്ക് പുരട്ടി. പിന്നെ പപ്പടം മെഴുക്ക് പുരട്ടി. ഇനി നമ്മുടെ കറി, നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങക്കറി. പിന്നെ അതേ കടുമാങ്ങച്ചാറാണ് കേട്ടത്. ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അമ്മ ഉണ്ടാക്കിയതാണ്. ഇതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ അതേ നന്ദു കേട്ടോ കഴിക്കണത് അല്ലേ നന്ദു? കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നന്ദുവിന് ഇതിൽ ഏതാ ഇഷ്ടം? ഏത് കറി ഇഷ്ടം? പപ്പടം മെഴുക്ക് പുരട്ടി, പിന്നെ കൂർക്ക ഇഷ്ട. പാലക്കും മുട്ട ഇഷ്ടമല്ല. അണക്ക് ചെമ്മീനും വാങ്ങി കഴിച്ചു നോക്ക്. അച്ചാറും ഇഷ്ടമല്ലേ? കടുമാങ്ങച്ചാർ എങ്ങനെയുണ്ട് പപ്പടം? പപ്പടമൊക്കെ ഒരാളുണ്ടല്ലോ. ഒന്നാൾക്ക് പപ്പടം മാത്രം മതിയില്ല, വേറൊന്നും വേണ്ട, ചോറൊന്നും വേണ്ട. വെള്ളം വേണം. എരിയുണ്ടോ അച്ചാറിന്? എരിയുന്നുണ്ടെങ്കിൽ അച്ചാർ കഴിക്കണ്ട, ബാക്കി വെച്ചു. എല്ലാം കൂട്ടി കഴിക്കുന്നു.
ഫുഡ് എല്ലാവരും ട്രൈ ചെയ്യണം. അതെ, ഈ ഫുഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാല്ലേ. കമന്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വേറെ രീതിയിൽ പിന്നെ ബൈ.